ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളേ നമ്മുടെ നാട് വിട്ടിട്ട് നമ്മൾ കാനഡ പോലത്തെ രാജ്യത്ത് വരുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്, എല്ലാം നമ്മളായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് അത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഈ ലോകം എന്താണെന്നും ജീവിതം എന്താണെന്നും നമ്മൾ ശരിക്കും പഠിക്കും. അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ കുറേ ആൾക്കാർ പഠിക്കും. ഈ പഠിക്കണത് സ്വന്തം ജീവൻ വെച്ചിട്ട് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഗൾഫിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ നേഴ്സാണ്, ഭർത്താവ് മാർക്കറ്റിംഗ് കാലം കേട്ട് നല്ല അടിപൊളി ജോലി. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ കുറേ കൂട്ടുകാരും എല്ലാവരും കാനഡയ്ക്ക് പോകണു. കാനഡ ഫീവർ അങ്ങോട്ട് പിടിച്ചവർക്ക്. അങ്ങനെ അവർ കാനഡയിലേക്ക് വണ്ടി കയറി. അങ്ങനെ ഒരു കാനഡയിലേക്ക് വണ്ടി കയറി വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാവിഷ് കാശ് കയ്യിലുണ്ട്. ഗൾഫിലത്തെ പൈസ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരൊരു വീട് അങ്ങോട്ട് മേടിച്ചു. ഇവിടെ ആ സമയത്ത് വീടിന് ആ കൊറോണയും കഴിഞ്ഞ് ഇങ്ങനെ കയറി നിന്നിട്ട് പിന്നെ ഒരു ഇറക്കിറങ്ങിയില്ലേ, ആ സമയത്താണ് മേടിച്ചത്. അപ്പോൾ നല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും വീടിന് നല്ല വില കുറവിന് വീട് കിട്ടി. അപ്പോൾ അവർ കണക്ക് കൂട്ടിയപ്പോൾ കുഴപ്പമില്ല, ഇത് മാനേജബിളാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഇരിക്കണ കയ്യിൽ അവർ. അപ്പോൾ കൂളായിട്ട് അവരെ സാധനം മേടിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും. നമ്മൾ പറയല്ലേ, എല്ലാ മനുഷ്യന്മാർക്കും പഠിക്കാനായിട്ട് ഒരു കാരണം, പ്രാർത്ഥിക്കാനായിട്ടൊരു കാരണം എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു കാരണം ഉണ്ടായി. ഒരു ദിവസം കൊച്ചിനും കൊണ്ട് ഇങ്ങനെ അവർ ബീച്ചിൽ പോയി കളിച്ച് അർമാദിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ജസ്റ്റ് ആ ബീച്ചിൽ വെച്ചിട്ട് ഒരു കുഞ്ഞൊരു കല്ല് ആ കാലിലത്തെ നടുവിരലുമേ ഒന്ന് ഇങ്ങനെ തട്ടി. സ്വാഭാവികം, ബീച്ചിൽ പോകുമ്പോൾ അങ്ങനെ തട്ടാലോ. അങ്ങനെ അവർ അത് മൈൻഡ് ചെയ്തില്ല. ആ പുള്ളിക്കാരൻ കൊണ്ട് പോന്നു. ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായിട്ടും ആ വിരലുമത്തെ വേദന മാറില്ല. എന്ത് വേദന മാറാത്ത, റെസ്റ്റ് ചെയ്തിട്ടൊന്നും അത് പോകണില്ല. അങ്ങനെ ആൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് തന്നു. അങ്ങനെ ഫാമിലി ഡോക്ടറെ എടുത്ത് തന്നു. അവർ നോക്കി, അവർക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് നമുക്ക് ഒന്നുകൂടി ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറഞ്ഞു, താങ്കളുടെ ഈ വിരലിൽ ഒരു ഫ്രാക്ചർ പോലെ ഒരു കുഞ്ഞൊരു പൊട്ടലുണ്ട്, ചെറിയ പൊട്ടലാണ്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ വിരലിന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വിരലിനേക്ക് ഈ പൊട്ടലുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിമാരി CT അങ്ങനത്തെ സാധനങ്ങളേക്കും ചെയ്യല്ലോ, സ്കാനിങ് കാര്യങ്ങളിലേക്കും അതൊക്കെയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബോഡിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പൊട്ടൽ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റർ അറിയാലോ, നേരിട്ട് മുഖത്തോട്ട് കാര്യം പറയും. നമ്മുടെ നാട്ടിലത്തെ മാതിരി പേഷ്യൻറ്റിനെ ഒരു സൈഡിൽ മാറ്റി വെച്ച് ബന്ധുമിത്രാദികളെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് നിങ്ങൾ രോഗി അറിയിരിക്കുമോ എന്നുള്ള ഡയലോഗൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാണ്ട്, വൈഫും കൂടി നിൽക്കൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബോൺ ക്യാൻസറാണ്, സോ അതും 4th സ്റ്റേജാണ്, അപ്പോൾ നിങ്ങളിനി 4 മാസം കൂടി ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അതായത് ജീവിതത്തിൽ എല്ലാം നേടി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ മുഖത്ത് നോക്കിയിട്ട് നീ തീർന്നറ മോനെ എന്ന് പറയില്ലേ, ആ അവസ്ഥ. അത്രയധികം ഹാപ്പി ആയിട്ട് നിന്നിരുന്ന ഫാമിലി, വൈഫ് അവിടെ ഒരു സൈഡിൽ ഇരിപ്പായി. എത്ര വലിയ നേഴ്സാന്ന്, എന്തൊക്കെ തിയേറ്ററിൽ നിൽക്കുന്ന ആളാന്ന് പറഞ്ഞാലും സ്വന്തക്കാർക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ പണി പാളും. അപ്പോൾ പുള്ളിക്കാരത്തോടെ ഇരിപ്പായി, ആകെ പ്രശ്നമായി. എന്നിട്ട് അവിടെ നിന്ന് അവർ ഇറങ്ങി ഇവർ വലിയൊരു ക്യാൻസർ സെൻ്ററിൽ, ഒട്ടാവയിലുള്ളൊരു ക്യാൻസർ സെൻ്ററിലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ അവിടുത്തെ അപ്പോയിൻമെൻറ്റ് എന്താ വെച്ചെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ്, അങ്ങനത്തെ ഇടപാടുകളാണ് അതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് അറിഞ്ഞു. എന്നാലും എൻ്റെ പൊന്നു മോളെ, നിനക്ക് ഇത് ഗതി വന്നില്ലേ ചക്കരേ എന്നും പറഞ്ഞിട്ട് സഹതാപങ്ങളായി, കാര്യങ്ങളായി. വളരെ വലിയ കുഴപ്പമില്ലാണ്ട് ജോലിക്ക് പോണ പെണ്ണ് പിന്നെ കരഞ്ഞ് നിലവിളിച്ച് വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക. അതിവിടെ നമ്മുടെ മലയാളികളുടെ പ്രത്യേകതരം കെയറിങ്ങാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയെ ആദ്യമൊന്നും ഇവർ വീട്ടിൽ പറഞ്ഞില്ല, വെറുതെ വയസ്സായ പേരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ, വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഒരു ദിവസം വിളിച്ചപ്പോൾ നാത്തൂൻ്റെ വായിന്ന് അറിയാണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പിടിച്ച് വന്നപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചെങ്കിൽ, ഈ ആളുടെ അങ്കിള് ഒരു ഡോക്ടറാണ്, എല്ലാം ട്രിവാൻഡ്രം സ്വദേശികളാണ്. അപ്പോൾ
പറഞ്ഞ് ഒരു പണി. അപ്പോൾ ആങ്കിളാണെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് വർക്ക് ചെയ്ത് അത്ര ഹൈലി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ പറഞ്ഞു ആ റിപ്പോർട്ടും കൂടെ അയച്ചായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിപ്പോർട്ട് വെച്ചാൽ ഇവിടുത്തെ ഒരു ഇതിന് നമ്മൾ എന്താ പറയുക ഓൺലൈനിൽ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ടും കാര്യങ്ങളിലേക്കും നേരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അങ്ങോട്ട് അയച്ചു കൊടുത്തപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്കിള് പറഞ്ഞു ഇത് അവർ പറഞ്ഞ പോലെയല്ല എനിക്ക് തോന്നണേ, ഒരു പണിയേ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയണം. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും ഈ നാട്ടിലേക്കില്ല, 4 മാസം കഴിഞ്ഞാൽ അവസാനിക്കുകയാണല്ലോ, ഞാൻ പോകണില്ല എന്ന് പറയണം. അങ്കിള് പറഞ്ഞു എന്തായാലും നീ ചാവും, ഒരു പണിയേ ഇവിടെ കൊണ്ട് ചാവാം, ഇങ്ങോട്ട് വായോ എന്ന് പറയാം. അങ്ങനെ പിടിയാലെ ഈ മനുഷ്യനെ എന്താ പറയുക ജീവച്ചവൻ പോലെ നാട്ടിലേക്ക് കൊണ്ടുപോയി. നാട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഭാര്യ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്ന് പറയുന്ന സാധനതാ. അതായത് ഭാര്യ ഗൂഗിളിലും കയറി സെർച്ച് ചെയ്ത് ഇവ എല്ലാം നോക്കിയപ്പോൾ ഭാര്യയ്ക്കും ചെറിയ ഡൗട്ട് അടിച്ചു ചേട്ടൻ മരിക്കാറായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എവിടെ ഒരു പ്രതീക്ഷ അവർക്ക് വന്നു. അതും കൂടെ ആയപ്പോഴാണ് അവർ നാട്ടിൽ പോണത്. അങ്ങനെ അവർ നാട്ടിൽ ചെന്നു. അവർ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ആശുപത്രിയിൽ ചെന്ന് ഈ കാര്യങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ കംപ്ലീറ്റ് ടെസ്റ്റ് റിസൾട്ടും എല്ലാം കൂടി കൊണ്ടുപോയി. അപ്പോൾ അവർക്കത് ഒരു പരിധിയിൽ എടുക്കാൻ പറ്റുള്ളൂ, കാരണം എന്തോ ടേപ്പോ അങ്ങനെ സാധനം അവൈലബിൾ അല്ല. അതിൻ്റെ പേരിൽ വീണ്ടും ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അത് റൂൾ ഔട്ട് ചെയ്തു. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. അതായത് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. അതായത് ട്രീറ്റബിൾ ആണ്, അല്ലാതെ ക്യാൻസർ അല്ല. ശരിക്കും അത് വേറെ ടൈപ്പ് ഒരു അസുഖം, അല്ലാതെ ക്യാൻസറായിട്ട് സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധമില്ല. ഈ അസുഖത്തിനെയാണ് ഇവരിത് പറഞ്ഞത്. അപ്പോൾ ഉടനടി അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടുന്ന് പോണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോണൊക്കെയും റോമിങ് ആക്ടിവിറ്റി ഉണ്ട്. ഇവിടുന്ന് വിളിച്ച് കഴിഞ്ഞാൽ കിട്ടണ രീതിയിലാക്കി വെച്ചിട്ട് പോയിക്കണേ. 3 മാസത്തേക്ക് കൊണ്ട് പോയേക്കണതാ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് വിളി വന്നു. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പോയി ശരിക്കും നമ്മളിത് റൂൾ ഔട്ട് ചെയ്തു, നിങ്ങൾക്ക് ക്യാൻസർ അല്ല, സോ ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. ചേടാ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഇന്ന സ്ഥലത്താണ് ഉള്ളത്, ഇതിങ്ങനെ ഞങ്ങളിത് എന്താ പറയുക സംഭവം ഡയഗ്നോസ് ചെയ്തു ഇന്ന എന്നുള്ളത്, ബാക്കി വന്നിട്ട് കാണാമെന്നും പറഞ്ഞിട്ട് വെച്ചു. എന്തായാലും ക്യാൻസർ അല്ല, ഹാപ്പിയായി. അവിടെ നിന്ന് ഒരു 3 മാസത്തേക്ക് 6 മാസത്തേക്കുള്ള മരുന്നേക്ക് മേടിച്ച് അവരിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഈ സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ വലിയ ക്ലിനിക്കുള്ള സ്ഥലം ഉണ്ടായോ, അവിടെ ചെന്നു. അവർ ഹോസ്പിറ്റലിൽ സംസാരിച്ചു, അങ്ങനെല്ലാം വന്നു സെറ്റാക്കി. എന്താ പറയുക അവിടെ അപ്പോയിൻമെൻറ്റൊക്കെ എടുത്ത് വരുമ്പോഴേക്കും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം കോമ്പിനേഷനുള്ള മരുന്നുകളൊക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ആ മനുഷ്യൻ ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ക്യാൻസർ ഫൈനൽ 4th സ്റ്റേജ് 4 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ചാവും എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. ആൾക്ക് 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ട്, അതിന് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി ഏറ്റവും തമാശ എന്താണെന്നറിയാം, ഇതേപോലെ തന്നെ അടുത്തൊരു കേസും കൂടിയും ഈ ഡോക്ടറെ എടുത്ത് തന്നു. ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണേ എന്ന് പറഞ്ഞു. പുള്ളീനെ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വിടും ചെയ്തു, കീമോ സ്റ്റാർട്ടും ചെയ്തു. പോരെ, അത് ഈ വളരെ റീസെൻ്റായിട്ട് ഈ പുള്ളി എന്നെ വന്ന് കണ്ട് സംസാരിച്ചിട്ട് ആ ദിവസങ്ങളിൽ നടന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞു എടാ നീ ഇത് മേക്ക് ഷുവർ ചെയ്യണം, ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മലയാളിക്ക് ഇയാളൊരു ഉപദേശം കൊടുത്തു. എന്നിട്ടാണ് പുള്ളി എന്നോട് പറയണത് ഈ കാര്യം നിങ്ങൾ ലോകത്തോടൊന്ന് വിളിച്ച് പറയണം, വേറൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാനഡ പോലത്തെ രാജ്യത്ത് വരുമ്പോൾ ഇവർക്കൊന്നും തെറ്റ് പറ്റില്ല എന്നുള്ളതാണ്. കാരണം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കണമെന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഡോക്ടറാണെങ്കിൽ അറിയാലോ അമ്മാതിരി പരീക്ഷയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനത്തെ കടുംപൊട്ടന്മാരുണ്ടാവും എന്നുള്ള ബോധം നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ അവൻ പറഞ്ഞത് അന്ന് ആ ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പതുക്കെ നൈസായിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കാം, ഇവർക്കൊരു ഭാരമാവണ്ട, വീട്ടുകാർക്ക് ഭാര്യയ്ക്കും മക്കൾക്കൊന്നും ഒരു ഭാരമാവണ്ട, അവസാനിപ്പിച്ചേക്കാം. അന്നെങ്ങാനും അങ്ങനത്തെ ഒരു ചിന്ത തോന്നി അത് കയറിയവൻ പോയി വല്ല എന്താ പറയുക നയാഗ്രയിൽ പോയി ചാട് അല്ലെങ്കിൽ വല്ല വണ്ടി കൊണ്ട് ഇടിക്കുകയും ചെയ്തെങ്കിൽ എന്തായനെ, ഒരു ജീവൻ കൊണ്ട് പോയി കിട്ടിയനാ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുറം നാട്ടിൽ പോകുന്ന ആൾക്കാർ ഇപ്പോൾ സാധാരണ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മെഡിക്കൽ നടക്കണത്. അങ്ങനെ കാശ് കൊടുത്ത് ഞങ്ങളുടെ കാര്യം നടക്കും. പക്ഷേ അതിൻ്റെ വേറെ കുഴപ്പം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളറിയാതെ ചിലപ്പോൾ 2 കിഡ്നിയിൽ അടിച്ച് അവർ പോയി വരും, അത് വേറെ വശം. ഇവിടെ എന്തെങ്കിലും കിഡ്നി കൊണ്ടുപോയില്ല, കിഡ്നി വിട്ട് എടുക്കൂല, അത് നേരത്തെ വിട്ട് പണി എടുപ്പിക്കൂല, അതാണ് ഇവിടുത്തെ കുഴപ്പം.
അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് പിടിക്കാണ്ട് ഏത് കാര്യത്തിനും ഞാൻ പറയാറില്ലേ, നമ്മൾ യൂട്യൂബിൽ കാണുന്ന സാധനങ്ങൾ അങ്ങനെ വെള്ളം തൊടാണ്ട് വിഴുങ്ങരുത്. സ്വന്തം ബുദ്ധിക്ക് ഒന്നിട്ട് വട്ടം കറക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഓർ തേർഡ് ഒപ്പീനിയൻ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഉറപ്പിക്കുക നമുക്ക് എന്താ അസുഖമെന്നുള്ളത്. അത് അസുഖം എന്നുള്ളതല്ല, ഏത് കാര്യമാണെങ്കിലും. ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ, കാനഡയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാനഡ ഒരിക്കലും പൊട്ടയാന്ന് പറയുന്നില്ല. അതാത് സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേഷൻ, അതാത് സമയത്ത് നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ആണ് നമ്മൾ പറയണേ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊരു കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങളുടെ ബുദ്ധിക്കിട്ട് ചിന്തിക്കണം, അതുപോലെ കുറച്ച് ആൾക്കാരോട് ചോദിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ഒപ്പീനിയൻ ഓർ തേർഡ് ഒപ്പീനിയൻ, അത് നാട്ടിലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ. ഇപ്പോൾ പണ്ട് കാലത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുക ആൾക്കാർ അല്ലേ, ഗൾഫിലെ അവസ്ഥ നമ്മുടെ നാട്ടിനെക്കാട്ടും പൊട്ടയായിരുന്നു. എന്നിട്ടും ഗൾഫിൽ ആൾക്കാർ പോയിട്ടുമുണ്ട്, കുറേ കാശുണ്ടാക്കിയിട്ടുമുണ്ട്, കുറേ നമ്മുടെ നാട്ടിലേക്ക് പൈസ എത്തിയിട്ടുമുണ്ട്, കുറേ ആൾക്കാർ ബലിയാടുകളായിട്ടുണ്ട്. അതും പറയുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ പോലെ തന്നെ ഇവിടെ നടക്കും. കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, അതിൽ വരുന്ന ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാവുക, അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടും. എല്ലാവർക്കും ഇത് വരുന്നല്ല, പക്ഷേ നമ്മളിത് വരുമ്പോൾ നമ്മളിത് ആരോടും പറയാതെ, പൊതുവേ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും പറ്റി ഇപ്പോൾ ഓക്കെ നാളെ പറയാം, ഓക്കെ എനിക്ക് ക്യാൻസറാണ്, ഞാനത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയണത് ആരോടും പറയണ്ട. നമ്മളെന്തിനാ ഒളിച്ച് വയ്ക്കണേ? നമ്മൾ വേറെ ചെറ്റ പൊക്കാനെ പെണ്ണ് പിടിക്കാൻ പോയിട്ട് എയ്ഡ്സ് അല്ലല്ലോ വന്നിട്ടുള്ളേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതേസമയം നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ വിവരമുള്ള ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, അത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടാ, ഒന്ന് ശ്രദ്ധിച്ചോളാം. കുറച്ച് ദിവസം മുമ്പാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു സർജറി കഴിഞ്ഞിട്ട് ജനറൽ അനസ്തേഷ്യ കൊടുത്തതാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചെറിയ ഇത് വന്നു. അപ്പോൾ ഞാൻ ഇത് അറിഞ്ഞ വശം തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സിസേറിയൻ കഴിഞ്ഞിട്ട് ഇതേമാതിരി കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കൈകാലം അണങ്ങിയത്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനത്തെ അറിവുകൾ എന്ത് വേണം, നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അല്ലാത്തൊരിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ബോർഡ് വെച്ച് കണക്കില്ലല്ലോ. ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട, ഇന്ന അസുഖമായിരിക്കും എന്നാലും വിളിച്ചു പറഞ്ഞ് നടക്കുമോ? ഇല്ല. ഇത് ആവശ്യമുണ്ട് തോന്നുമ്പോൾ ആൾക്കാർ പറയുള്ളൂ. അപ്പോൾ ആൾക്കാരുമായിട്ടൊരു തുറന്ന സംസാരം അല്ലെങ്കിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഓർ തേർഡ് ഒപ്പീനിയൻ കിട്ടും. എന്ന് വിചാരിച്ച് കാനഡ പൊട്ടയാണ് ഇങ്ങോട്ട് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ അത്ര മോശക്കാരൊന്നുമല്ല. സംഭവം അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ല ടാക്സി ഓടിക്കണോ ട്രക്ക് ഓടിക്കുന്നുണ്ടാവും. അത് ഇവിടുത്തെ വലിയ പരീക്ഷ പാസ്സാൻ പറ്റാത്തതിൻ്റെ പേരിലാവും. പക്ഷെ അതെന്ന് ചോദിച്ചാൽ ഒരു വിവരമില്ലാത്തവരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ ഓർ തേർഡ് ഒപ്പീനിയൻ അത് മസ്റ്റാണ്. ഇനി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ ഇതുകൊണ്ടൊരു മെച്ചം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ ഇൻഷുറൻസ് എടുക്കുകയോ അങ്ങനത്തെ ഒറ്റ കാര്യങ്ങളോ ഒട്ടും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ആൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം പിന്നെ ഫുള്ള് നേരെ ഈ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സെക്ടറിലേക്ക് ആൾ കടന്നു. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, എനിക്ക് ശരിക്കും പറഞ്ഞൊരു തെറ്റ് പറ്റി ചേട്ടാ. വന്ന സമയത്ത് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് വെച്ച് എടുത്തിരുന്നെങ്കിൽ എനിക്ക് അറൗണ്ട് ഒരു 100,000 ഇപ്പം എൻ്റെ പോക്കറ്റിൽ കിടന്നേനെ. അന്ന് ഞാൻ എടുത്തില്ല. പക്ഷേ പുള്ളി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കൊരു തോന്നലുണ്ടായി, നാളെ ഞാൻ ഒന്ന് മരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി. അപ്പോൾ നോർമലി ഉള്ള ഇൻഷുറൻസിൻ്റെ മോർഗേജിൻ്റെ എല്ലാതിൻ്റെയും ഇൻഷുറൻസ് എല്ലാം ഉണ്ടാവും, എന്നാലും കുറച്ചും കൂടി ഒന്ന് കയറ്റി പിടിക്കണമല്ലോ വെച്ചിട്ട് പുള്ളി ഈ സാധനം എന്ത് ചെയ്തതെന്ന് വെച്ചെങ്കിൽ, സാധനം പ്രൊഡക്റ്റ് പോയി എടുത്തില്ല, പകരം നല്ലൊരു ഗ്രൂപ്പിൽ പോയിട്ട് ഒരു അഡ്വൈസറായിട്ട് പുള്ളി അങ്ങ് ജോയിൻ ചെയ്തു. പുള്ളി സാധനത്തിനെ പറ്റി അങ്ങോട്ട് പഠിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് ഇവ മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മെച്ചം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മരിക്കാൻ പോവാം, മരണം മുന്നേ കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കാണ്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുകൂടി പുള്ളിക്ക് വന്നു. അതേ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞത്, നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പഠിക്കും, അനുഭവത്തിൽ നിന്ന് പഠിക്കും. ഈ ഒരു പഠിപ്പൊരു 1.5 പഠിപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. വീണ്ടും പറയണു, കാനഡ ഒരിക്കലും ഒരു പൊട്ട സ്ഥലമല്ല, അങ്ങനെ നമ്മൾ പറയില്ല, ഒരു കാരണവശാലും അല്ല. സംഭവം സ്ഥിതിഗതികൾ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെതായ ഇതൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും പറയും നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയമാണ്, എമർജൻസി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ അല്ലേ എന്ന്. ഞാനിത് ഒരു ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞെന്താണെന്നറിയാം എന്നോട്, ഒരു പേഷ്യൻ്റ് എമർജൻസിയിൽ വന്നിട്ട് തിരിച്ച് കാര്യം നടത്തി പോകുമ്പോൾ
ഓൾമോസ്റ്റ് ഒരു $300 to $500 ഗവൺമെൻറ്റിന് ചിലവ് എന്ന്. ഡോക്ടറുടെ പൈസ, 1-2 നേഴ്സുമാർ അതിൻ്റെ പൈസ, പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഫ്രീ അവിടെ. അപ്പോൾ ഇതുമാതിരി ഗവൺമെൻറ് ഡെയിലി ഒരു 100-150 പേര് വന്നു കഴിഞ്ഞാൽ പൂട്ടാവുന്നുള്ളൂ ഗവൺമെൻറ്. അപ്പോൾ അതേമാതിരി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ മാക്സിമം ഇങ്ങനെ ലാഗാക്കി കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നുകിൽ അപ്പുറത്ത് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ചികിത്സിക്കാം, അല്ലാന്ന് വെച്ചെങ്കിൽ നേരെ നാട്ടിലേക്ക് ഒന്ന് പോവുക, അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിലും നാട്ടിലത്തെ ഡോക്ടേഴ്സായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. എന്നിട്ടും മതി ഡിപ്രഷൻ അടിക്കാനും നെഞ്ചത്തടിച്ച് കരയാനും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ശരി എന്നാൽ.